ഔ കൈ അളിക്കുന്നത് തെറ്റിയതാണ് തോന്നുന്നുണ്ട്. ആനെ കണ്ടപ്പോൾ പറഞ്ഞതാ. ഓക്കെ. വാർപ്പിന്റെ സാധനങ്ങൾ വാടക കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ വണ്ടി സൈഡാക്കി ഇങ്ങനെ ഇരുന്ന് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ വണ്ടിയിൽ ഇരിക്കുന്നതിന്റെ ഇടയില് ആളുകൾ പറഞ്ഞ ആന വരുന്നുണ്ട്, ഈ സൈഡിനാണ് വരുന്നതാണ്. അപ്പൊ എനിക്ക് അവിടെ ഒറ്റക്ക് ഇരിക്കാൻ വേണ്ടിട്ട് പോയി. അല്ല ഷെഡ് ചെറിയ ഷെഡല്ലേ, ചെറിയ ചവിട്ടി ചവിട്ടിയാൽ പൊളിയും, അതിന്റെ ഉള്ളിൽ കുഞ്ഞാലും ചിലപ്പോൾ പൊളിയും. അപ്പൊ ഞാൻ നേരെ ഷെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആൾക്കാർ നിൽക്കുന്ന ആ ഭാഗത്ത് പോയിരുന്നു. പിന്നെ ആന നമ്മൾ കരുതിയ പോലെ അല്ല ആന വന്നത്. ആന വേറെ സൈഡിൽ വന്നിട്ട് കയറിയിട്ട് റോഡിന് നേരെ കയറിയിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ആളുകളെ അടിയിക്കാൻ വന്നത്. അത് ഞാൻ ആ വണ്ടി കുത്തുന്നുണ്ടല്ലോ, ആ കുത്തുന്നതിന്റെ അടിയിൽ ഞാൻ വണ്ടിയെ പോയിക്ക് വീണു. ആന നേരെ വന്നിട്ട് ആന ഇങ്ങോട്ട് തിരിയേണ്ട ആന നേരെ വന്നു. പൊട്ട് ഈ ജോയിന്റ് മൊത്തം ഊരി പോകുന്നതാ. അപ്പോ ബില്ലുകളുണ്ട്, 2 എക്സ്ട്രാ ഉണ്ട്, ബില്ലുകളുണ്ട്. പുന്നക്കാട്. പേരെന്താ? നൗഫലല്ലേ? നൗഫൽ. വീട്ടുപേരോ? ആമക്കുയ്യൻ. അതെ, ഇതിലൊക്കെ 2 വാർഡ് നമ്മളെ വാർഡ് 19 തോന്നുന്നുണ്ട്. വാർഡ് 17. എത്രയാണ്? ഹലോ, ഇത്തര നേരിടുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നേരൂല. എന്താ ആദ്യം ഇത്തരല്ലേ നിർന്നിന്നുള്ളപ്പോ ഇത്തര നേരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പത്തിന് ഓക്കെ ഉള്ളു. എന്താ ഇവിടം വരെ നേരുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് നേരില്ല. ഇതൊന്നും ഒഴിഞ്ഞ് ശരിയാക്കേണ്ടി വരും. അജ്ജ് നേരണമെങ്കിൽ എങ്ങനെ നേരണമെങ്കിൽ ഒഴിഞ്ഞ് ശരിയാക്കണം. അല്ലാതെ പറഞ്ഞോ ഫിസിയോതെറാപ്പിയോ പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് വെക്കാനൊന്നും പറ്റില്ല. ഇത് വേണ്ടേ? അങ്ങനെ ഗുഡ്സിലിങ്ങനെ പോയപ്പോൾ ഞാനും ഉപ്പിനും കുഞ്ഞിറ്റിമ്പാട് പിന്നെ കാറെടുക്കാൻ വേണ്ടി കുട്ടീൻ്റെ ഗുഡ്സിലാണ് പോണത് ആദ്യം. അപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് കാറിടല്, അവിടേക്കാണ് ഈ പോണത്. അപ്പോൾ ഗുഡ്സിലിങ്ങനെ പോയപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ ഗുഡ്സ് ഓട്ടണ ഒരു വീഡിയോ എടുത്താണ്. കൈയോടെ കണ്ട് കൊട്ടച്ചിപ്പും ഗുഡ്സും കാറും എല്ലാം റൂട്ടുണ്ട്. പിന്നെ കാറെടുത്ത് അങ്ങനെ ആൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആൾ 3 കൈ കഴിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ പോയപ്പോൾ അവന് കൈയൊക്കെ കഴിച്ചു, അടിപൊളിയായി. ഇപ്പോൾ കൈ ജസ്റ്റ് ഇങ്ങോട്ട് നീരാൻ ഇത്തിരി പ്രയാസമുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് നീരൂല. നല്ലോണം കയ്യിന് എക്സസൈസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൈ ഏതായാലും
നല്ല ഇളക്കി കൊടുക്കണം, നീർത്തും മടക്കണം, അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടോ. ഞാനൊക്കെ ചെയ്ത് സെറ്റാവും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ കൈ കാണാനൊരു പഴയ ഒരു ലുക്ക് കിട്ടണില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോറസ്റ്റുകാരെ വായ്പ എന്നാ കിട്ടുക പോലെ ഫുള്ള് ബില്ലാക്കിയിട്ട് കൊടുക്കണം. അതിനൊരു വിളിച്ചു നിലമ്പൂർ കൊണ്ടേ കൊടുക്കണം. ഒരു വട്ടം പൊട്ടു ചെയ്യും. കാക്കുൻ്റെ ഒരു കജ്ജിപ്പോഴും അങ്ങനെ ഉടന്തിരിഞ്ഞോണ്ടാണ്. കൊല്ലലൊക്കെ കൊല്ലും. ഇന്ന് കഴിച്ചോക്കരല്ലേ? ചോദിച്ചു ഷീറ്റ് എടുത്തോ? മരുന്നിനോ? അപ്പം അത് എല്ലാവരും വിസിറ്റ് ചെയ്യണം, ചെയ്ത് നടക്കണം. എനിക്ക് നല്ല പരിചയം ഉണ്ട് ഏതായാലും അല്ലേ. ഇപ്പം വന്നിട്ടില്ല, അപ്പോൾ അവിടെ ആരോട് വർത്താനം പറഞ്ഞിരിക്കാം. ഒന്നുകൊണ്ട് തന്നെ പണി. മൂന്നാമത്തെ കെട്ടാണ്. ആ മൂന്നാമത്തെ കെട്ടിൽ നീരല്ലേ ഇങ്ങോട്ട്